നിങ്ങളുടെ വലിയ മനസ്സുകാരനാണ് ഞങ്ങളൊക്കെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചത്. സത്യത്തിൽ ഇതിന്റെ ഒരു ആവശ്യമില്ല. ആന്റി ഇത് വാങ്ങിയില്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് വിഷമാവും ആന്റി പ്ലീസ്. എന്തായാലും അകത്തേക്ക് വരൂ. വരൂന്നേ. ശരി. ഹായ്. ഹായ്. ആ മോനെ ഇരിക്കിരിക്കെ ഇങ്ങോട്ടിരിക്കെ. ഹേ ബേബ്സ്, ഹൗ ആർ യു? ഈ ചോക്ലേറ്റിൽ ആൽക്കഹോൾ ചേർത്തിരിക്കുക. സൃഷ്ടിക്കൊന്നും കൊടുത്തില്ലേ? അത് തന്നെ മുത്തശ്ശിക്ക് വേണ്ടിയാ. എന്നാ പറയ് ബേബ്സ്. സരള, നീ ഇത് കേട്ടോ? എന്താ വിളിച്ചെന്ന് എനിക്കിപ്പോൾ ഇവന്റെ ചെവി പൊന്നാക്കാനാ തോന്നുന്നത്. അതായത് കിരൺ മോനെ, ഇതെന്താണ് മോനെ? മുത്തശ്ശിന്ന് വിളിക്കാം, അമ്മയെന്ന് വിളിക്കാം, പക്ഷെ ഈ ബാഗ്. നീ ഇപ്പോഴും വളരെ പഴഞ്ചനാണ്. ഒരു ദ്രോഹവും ചെയ്യാത്ത ഒരു വാക്കിൽ തൂങ്ങി പിടിച്ചിരിക്കുന്നു. ശരിയായ പ്രശ്നം നീ കാണുന്നുമില്ല. എന്ത് വിഷയം അമ്മേ? അതെ, അവൻ എന്നെ ബാബ്സ് എന്ന് വിളിച്ചാലെന്താ, മുത്തശ്ശി എന്ന് വിളിച്ചാലെന്താ, അമ്മ എന്ന് വിളിച്ചാലെന്താ? എനിക്കിഷ്ടം ബാബ്സ് എന്ന് വിളിക്കുന്നതാ. ആ പ്രശ്നം അവിടെ തീർന്നു. പിന്നെ രണ്ടാമതായി ആൽക്കഹോൾ. രാധിക നമുക്കായി കൊടുത്തയച്ച ചോക്ലേറ്റ്സ് നമ്മളത് സ്വീകരിക്കാതെ തിരിച്ചു കൊടുത്തയച്ചാൽ അവൾക്കത് മോശമായി തോന്നൂലേ? I love you babes. You are the best. അതൊക്കെ പോട്ടെ മോനെ. രാധികയോട് ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഒരുപാടധികം നന്ദി പറയണം. ഓക്കെ? ഓക്കെ, പറയാം ആന്റി. ആ പ്രീത, മോളൊരു കാര്യം ചെയ്യ്. കിരണിന് വേണ്ടി ഒരു കപ്പ് ചായ ഇട്ടിട്ട് വാ. മോളുടെ ആ സ്പെഷ്യൽ ചായ ഉണ്ടല്ലോ, അതുണ്ടാക്കിട്ട് വാ. അമ്മ ഞാൻ ഇപ്പൊ കുറച്ച് ബിസിയാ, ഞാൻ പിന്നെ ചെയ്യാം. അതെന്താ നിനക്ക് ഇത്ര വലിയ ജോലി? ആദ്യം ചായ ഇട്. അല്ലേ വേണ്ട, ഞാൻ തന്നെ ഇട്ടോളാം. എനിക്കറിയാം ഉണ്ടാക്കാൻ. നിന്നേക്കാൾ നന്നായിട്ട് ഞാൻ ചായ ഉണ്ടാക്കും. ഞാൻ പോയി ചായ ഇടാൻ മോനെ. ഇവക്ക് എന്ത് പറ്റിയെന്തോ. മുത്തശ്ശി, അല്ല ഈ പ്രീതിക്ക് എന്തായി പറ്റിയത്? അവളെന്തിനാ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? മൂഷായിട്ട് പിടിച്ച പെമ്പിളാരെ പോലെ ഒരു ഹായ് പോലും പറയുന്നില്ല. ഒരു കാര്യം പറയട്ടെ, നീ അത്ര നിഷ്കളങ്കനൊന്നും അല്ല. നീ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും അവൾ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്. കിരൺ മോനെ, നീ ഒരു കാര്യം ചെയ്. നീ തന്ന ചോക്ലേറ്റുകൾ എന്റെ മൂഡ് ഓണാക്കി. അതുകൊണ്ട് ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് ഒരു ടിപ്പ് തരാം. അവൾ അവളുടെ മുറിയിൽ കാണും, നീ അങ്ങോട്ട് ചെല്ല്. അല്ല മുത്തശ്ശി, ഞാൻ അവളുടെ ബെഡ്റൂമിലേക്ക് പോയി കഴിഞ്ഞാകെ. നിനക്കെന്താ പേടിയുണ്ടോ? നീ അവളോട് വഴക്കുണ്ടാക്കിയത് കാരണമായിരിക്കും അവൾ അപ്സെറ്റ് ആയിരിക്കുന്നത്. എത്ര കാലം വഴക്കുകൾ പറഞ്ഞു തീർക്കുന്നില്ലയോ അത്ര കാലം പിണക്കവും നീണ്ടുപോകും. ഫ്രണ്ട്ഷിപ്പിൽ ഒരിക്കലും കെയർലെസ് ആവരുത്. വഴക്കുകളൊക്കെ പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. മനസ്സിലായോ? പക്ഷെ മുത്തശ്ശി, അത് പ്രശ്നങ്ങൾ കൂട്ടുമോ അതോ കൂളാക്കും എന്നുള്ള കാര്യത്തില് എനിക്ക് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അവൾക്ക് ദേഷ്യം വന്നാ പിന്നെ അവൾ എങ്ങനെയായിരിക്കുന്നു നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ അല്ലേ? അവക്ക് ഭ്രാന്ത് ഇളകുന്നേ. അതുകൊണ്ട് പെട്ടെന്ന് ചെല്ല്. വാ, എന്തൊരു ടേസ്റ്റ് ആണ് ഇതിന്. ഹായ്. ഹലോ. ഞാൻ നിന്നോട് സംസാരിക്കുന്നേ. നീ എന്താ ഒന്നും മിണ്ടാത്തെ? എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലേ? അതോ ഞാൻ ഇനി പോകുന്നുണ്ടാണോ? എന്നെ മിസ് ചെയ്യുമെന്ന് പേടിച്ച്? നീ ആലോചിക്കുന്ന പോലെ ഞാൻ നിന്നെ ആ രീതിയിലൊന്നും ഒരിക്കലും മിസ് ചെയ്യാൻ പോകുന്നില്ല. ആ ഒരു രീതിയോ? നീ എങ്ങനെയാണ് എന്നെ മിസ് ചെയ്യാൻ പോകുന്നേ? അയ്യോ, അത് നീ അങ്ങ് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോവുകയല്ലേ. ഈ ഷെർലിന്റെ മിഷൻ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യും? പിന്നെ നീ അല്ലാതെ മറ്റാരോടും എനിക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാനും പറ്റില്ല. നിന്നെ അല്ലാതെ മറ്റാരും ഞാൻ ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നുമില്ല. അയ്യോ, ഞാൻ നിന്റെ കൂടെ മിഷൻ ഉണ്ടാവില്ല എന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നീ എന്നെ മിസ് ചെയ്യാനായിട്ടാ? എന്നെ ഹൃദയം തകർത്ത് കളഞ്ഞു നീ, വൃത്തിയായിട്ടവള്. എന്താ? ഒബ്വിയസ്ലി. പിന്നെ നീ എന്താ വിചാരിച്ചേ? നിന്നെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ നിന്നെ മിസ് ചെയ്യുവാണെന്നോ? ഇവിടെ ഇഷ്ടത്തിന്റെ കാര്യം ഇപ്പൊ ആരാ പറഞ്ഞേ? പക്ഷെ നിന്റെ ഈ കണ്ണുകളിലേക്ക് നോക്കുമ്പോ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് നീ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. നിനക്കറിയാലോ എനിക്ക് ഇപ്പൊ ഗേൾ ഫ്രണ്ട്സ് ആരും ഇല്ലാന്ന്. അതുകൊണ്ടല്ലേ നീ ഇത്ര പൊസസീവ് ആവുന്നേ?
എന്നുള്ളിൽ മോഹത്തിൻ വിഷുപക്ഷി മൂളിപ്പാടുന്നു. എന്താ പ്രീത അറക്കൽ പറയേണ്ടത്? വഴക്കുണ്ടാക്കി ഉണ്ടാക്കി നീ എന്റെ ഇത്രയും അടുത്തെത്തിയിരിക്കുക. നിന്റെ ഈ പൊട്ടത്തരങ്ങൾ കേൾക്കാൻ എന്റെ അടുത്ത് സമയമില്ല. എന്നാ ശരി, ഞാൻ കുറച്ച് സീരിയസ് ആവാം. ഉറപ്പാണോ? ഉറപ്പാ. ഓക്കെ. നിനക്ക് തന്നെ തോന്നുന്നില്ലേ നീ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുമ്പോ ഈ ഷെർലിന്റെ മിഷനില്ലേ നമ്മുടെ പൊളിഞ്ഞു പോവില്ലേ? അത് സംഭവിച്ചേക്കാം. പക്ഷേ ആക്ച്വലി മാച്ചസ് ഡിസംബറിലാണ് തുടങ്ങുന്നത്. പിന്നെ എന്റെ സെലക്ഷൻ 1 ഡേ മാച്ചിന് വേണ്ടിയാ. അതിനു മുന്നേ ഒരു 3 ടെസ്റ്റ് മാച്ച് ഉണ്ടാവും. അതുവരെ നമുക്ക് ടൈമുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പ്ലാൻ എല്ലാം ഓക്കെ ആവുന്നേ. ഓക്കെ, അപ്പോ നീ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ നീ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ ഷെർലിൻ ആരാണെന്നുള്ള കാര്യം തെളിയിക്കാൻ സാധിക്കുമല്ലേ കിരൺ? അതേടി, അത് തന്നെയാ. ഓക്കെ. പക്ഷേ ഞാൻ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി കഴിഞ്ഞ് നിനക്ക് നല്ല അഡ്വൈസ് ഒക്കെ തരാവുന്നേ. പിന്നെ വീഡിയോ കോളിലൂടെ നിന്നെ കണക്ട് ചെയ്യുകയും ചെയ്യാം. വീഡിയോ കോളോ? വീഡിയോ കോൾ എന്തിനാ? വാട്ട് ഇടി ബുദ്ധൂസേ, ഞാനിവിടെ ഇമ്പോർട്ടന്റ് കാര്യം പറയുമ്പോ നീ എന്തിനാ വീഡിയോ കോളിന്റെ കാര്യം പറയുന്നേ? ആദ്യം ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ നോക്കാം. കാരണം എനിക്ക് വളരെ നന്നായിട്ട് അറിയാം നീ എന്താ പറഞ്ഞു വരുന്നേന്ന്. നിനക്ക് എന്താ വേണ്ടേന്ന് എനിക്ക് നന്നായി അറിയാം. എന്തറിയാവുന്നു? അതെ, അഡ്വൈസും സപ്പോർട്ടും ആണെങ്കിൽ സദാ കോളിലൂടെ തരാൻ പറ്റും, അത് വാക്കുകളിലൂടെ. പക്ഷെ നിനക്ക് എന്റെ മുഖം കാണണം, അതല്ലേ? അത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. പ്രീത അറക്കൽ, നീ പ്രീത അറക്കലല്ല. ഈ കിരൺ നമ്പ്യാർക്ക് നിന്റെ വൃത്തികെട്ട മുഖം കാണാൻ ഭ്രാന്തൊന്നുമില്ല. കണ്ടേച്ചാലും മതി. കാരണം ഈ കിരൺ നമ്പ്യാർക്ക് ഇപ്പൊ ഒരൊറ്റ ഗേൾ ഫ്രണ്ട് പോലും ഇല്ല. റൈറ്റ്, ഒരു ഗേൾ ഫ്രണ്ടും ഇല്ല. അപ്പൊ നിനക്ക് ആയിക്കോട്ടെടി. എന്തിനെങ്ങനെ ഷോക്കായി നിൽക്കുന്നേ? നീ ആവുന്നു എന്റെ ഗേൾ ഫ്രണ്ട്. ഓ ഗോഡ്, ഇതുപോലെയുള്ള നിന്റെ വിഡ്ഢിത്തരങ്ങളുണ്ടല്ലോ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. നിനക്കറിയില്ലേ പൃഥ്വിയായിട്ട് ഞാൻ എൻഗേജ്ഡ് ആണെന്ന കാര്യം? അവനോട്ട് എൻഗേജ്ഡ് ആയിരുന്നില്ലെങ്കിൽ നീ എന്റെ പ്രപ്പോസൽ സ്വീകരിക്കുമായിരുന്നോ? ഐ ഡോണ്ട് ബിലീവ് ദിസ്. ഇത്രയും വിഡ്ഢിതമായ കാര്യങ്ങൾ എന്നോട് വന്ന് പറയാൻ നിനക്ക് എത്ര ധൈര്യം വന്നു? ഇപ്പൊ എല്ലാം എനിക്ക് മനസ്സിലായി. ഞാൻ പൃഥ്വിയെ കല്യാണം കഴിക്കാൻ നിനക്ക് ഒട്ടും താല്പര്യമില്ല. ഷെർലിന്റെ മേലൊരു കണ്ണു വെക്കാനാ പറഞ്ഞത്. നീ പൃഥ്വിയുടെ പുറകെ പോയത്. അവൻ ഒരു പെണ്ണിന്റെ പുറകെ പോയില്ലെങ്കിൽ പോലും അവനോടുള്ള വെറുപ്പ് കൊണ്ട് നീ അവനെ കുറിച്ച് കഥകൾ ഉണ്ടാക്കും. നിന്റെ മാത്രമല്ല എല്ലാവരുടെയും ഫുൾ ഡേ നീ മെനക്കെടുത്തിയത്. പിന്നെ ആ ഷെർലിന്റെ കാര്യം, അവളെ കുറിച്ച് നിനക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി? നമുക്ക് നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രധാന കാരണം നിന്റെ ഫോക്കസ് ഈ മിഷനിൽ നിന്ന് മാറിയിരിക്കുകയാണ്. ഇനി നീ പൃഥ്വി വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ കുറ്റം പറയുന്നതിന് പകരം ഷെർലിന്റെ മേലൊരു കണ്ണ് വെക്കാൻ നോക്ക്. കാരണം ഇനി ഈ ലോകം അപ്പുറത്ത് നിന്ന് ഇപ്പുറം വരെ വന്നാലും എന്റെ കല്യാണം പൃഥ്വിയുമായി തന്നെ നടക്കും. നീ ഈ പൃഥ്വിയുടെ പേര് എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്നത്? നിനക്ക് എന്താ ഭ്രാന്താണോ? പറയാ. ശരി, ഞാനിനി ഷേർലിന്റെ മേലെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. ദാറ്റ്സ് ബെറ്റർ. അതുപോലെ തന്നെ പൃഥ്വിയുടെ പേരും വരരുത്, അവനെ കുറിച്ച് മോശമായി ഒന്നും പറയരുത്. ഓക്കെ, ഗുഡ് ബോയ്. വരൂ, നിന്റെ ചായ ഇപ്പോ അവിടെ റെഡിയായി കാണും. കിരൺ നമ്പ്യാർക്ക് ശരിയായി തോന്നുന്ന മാത്രമേ ചെയ്യൂ. പൃഥ്വിയുടെ മേലുള്ള എന്റെ സംശയങ്ങൾ ശരിയാണ്. അവന്റെ മേലെ ഞാൻ എപ്പോഴും ഒരു കണ്ണു വെക്കും. കാരണം എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ട് അവന്റെ ജീവിതത്തിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടെന്ന്. അതുപോലെ തന്നെ അവന്റെ ഒരു പ്ലാനുകൾ നടക്കാനായിട്ട് ഞാൻ സമ്മതിക്കുകയില്ല. എന്ത് വില കൊടുത്ത് ഞാൻ അവനെ തടയും. ഞാൻ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നതിന് മുന്നേ പൃഥ്വിയുടെ യഥാർത്ഥ മുഖം ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കും. നീ ഒരിക്കലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല പൃഥ്വി. ബേബി, ഇത് നമുക്ക് ഒരു അത്ഭുതമല്ലേ? എന്ത്? നോക്ക്, ആ കിളവി ജാനകിക്ക് ഓർമ്മ തിരിച്ചു കിട്ടി. പക്ഷെ അവർക്ക് ക്ലിയറായി ഒന്നും ഓർമ്മയില്ല. അതായത് അവൾക്ക് നീ ആരാണെന്ന് ഓർമ്മയേ ഇല്ല, എന്നെ കുറിച്ച് ഓർമ്മയില്ല. അതുപോലെ തന്നെ എൻഗേജ്മെന്റിന്റെ രാത്രിയിൽ അവളെ നമ്മൾ എന്തൊക്കെയാ ചെയ്തതെന്നും ഓർമ്മയില്ല. പക്ഷെ എന്തുപയോഗം? നമ്മൾ എത്ര കാലം അവളിൽ നിന്ന് ഒളിച്ചു നിൽക്കും? ആ ഡോക്ടറും പറഞ്ഞതാണ്, മരുന്നിന്റെ എഫക്റ്റ് കൂടുന്നതനുസരിച്ച് ജാനകിയുടെ ഓർമ്മ തിരിച്ചു കിട്ടിക്കൊണ്ടേ ഇരിക്കുമെന്ന്. അവള് നമ്മളെങ്ങനെ മനസ്സിലാക്കിയാൽ എത്രയും വേഗം ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റൂ. അതർവൈസ് നമ്മൾ വലിയൊരു പ്രോബ്ലത്തിൽ പെടും.
ഈ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. എന്നുവെച്ചാ എന്ന് വെച്ചാൽ ഞാൻ പ്രീതയെയും നീ രോഹിത്തിനെയും എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം. അത് കഴിഞ്ഞ് നമ്മളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലെന്ത് ഉണ്ടായില്ലെങ്കിൽ എന്ത്? ആ നിനക്ക് പ്രീതയെ അറിയാലോ, അവൾ വളരെ നിഷ്കളങ്കയാണ്. ഞങ്ങൾ തമ്മിലുള്ള കല്യാണത്തിന് അവൾ അത്രയ്ക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, അവളും ഞാനുമായുള്ള കല്യാണം ഒരിക്കലും അവൾ പൊളിക്കില്ല. പിന്നെ എന്റെ അഭിനയത്തെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാലോ. ഞാൻ പറയും പ്രീത, ഐ എം സോ സോറി, ഐ വാസ് ഡ്രങ്ക്. എനിക്ക് നല്ല ഓർമ്മയില്ലായിരുന്നു. ഞാൻ നിന്നെ അല്ലേ കെട്ടിപ്പിടിക്കുന്നത്, എനിക്കൊരു ഓർമ്മ വന്നില്ല. ഞാൻ വിചാരിച്ചു അത് നീയാണെന്ന്, പക്ഷെ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് അത് മറ്റാരോ ആയിരുന്നെന്നും. യു നോ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ എനിക്കൊരു പ്രശ്നം വരികയുമില്ല. ഓഫ് കോഴ്സ്. പിന്നെ നിന്റെ ഭാവിയിലെ ഭർത്താവ്, അതായത് രോഹിത്, അവൻ വളരെ നല്ലവനാണ്. പിന്നെ അത്ര കൈൻഡ് ആയിട്ടുള്ള ആളുകൾ മറ്റുള്ളവരുടെ തെറ്റുകൾ വളരെ പെട്ടെന്ന് തന്നെ ക്ഷമിക്കും. നമ്മൾ വെളിച്ചത്താകുന്ന സമയമാകുമ്പോൾ നീ അവന്റെ ഭാര്യയായി കഴിയും. പിന്നെ നീ ഒന്നിനെ കുറിച്ചും പേടിക്കണ്ട. നമ്മുടെ എല്ലാ പ്ലാനുകളും കറക്റ്റ് ട്രാക്കിലായിരിക്കും പോകുന്നത്. പക്ഷെ നമുക്ക് അവരുമായിട്ടുള്ള കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. യാ, പിന്നെ നിനക്കറിയാമോ ഈ പ്ലാന്റെ ബെസ്റ്റ് പാർട്ട് എന്താന്ന്? എന്താ? ആ കിരൺ, അവൻ അവന്റെ സൗത്ത് ആഫ്രിക്കൻ ടൂറിൽ ബിസി ആയിരിക്കും. അവൻ അവന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് തിരക്കിലായിരിക്കും. അവന് ടൈമേ കിട്ടില്ല നമ്മളെ കുറിച്ച് ഓർക്കാൻ, അല്ലേ? പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് എത്രയും പെട്ടെന്ന് ചെന്നിട്ട് അമ്മയ്ക്ക് പ്രഷർ കൊടുക്കാം. അതായത് കവിതാന്റെ അടുത്ത് ചെന്നിട്ട് എത്രയും പെട്ടെന്ന് കല്യാണത്തിന്റെ ഡേറ്റ് കുറിക്കാൻ. അമേസിംഗ്. അതുപോലെ തന്നെ ഞാൻ എന്റെ അമ്മയുടെ അടുത്തും സരള ആന്റിയുടെ അടുത്തും പ്രഷർ കൊടുക്കും എന്റെ പ്രീതനെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താൻ. പിന്നെ ആ പാവം കിരൺ, അവൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് പറന്നിങ്ങ് വരും. എന്തിന്? നമ്മുടെ കല്യാണം അറ്റൻഡ് ചെയ്യാൻ. അമേസിംഗ്. എനിക്ക് ഇപ്പോൾ തോന്നുന്നു നമ്മുടെ എല്ലാ പ്ലാനുകളും നമ്മുടെ എല്ലാ എഫേർട്ടുകളും കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്. അതായത് റൈറ്റ് ട്രാക്കിൽ. ജസ്റ്റ് എ സെക്കൻഡ്. ഈ നിതിൻ എന്തിനാ എനിക്ക് ടെക്സ്റ്റ് ചെയ്യുന്നത്? നിതിൻ ആര്? നമ്മുടെ കോളേജിലെ ഫ്രണ്ടോ? നമ്മുടെ ഫ്രണ്ടല്ല, അവൻ എന്റെ ഫ്രണ്ടായിരുന്നു. അവന് നിന്റെ മേൽ ഒരു ക്രഷ് ഉണ്ടായിരുന്നു. ഹേയ് പൃഥ്വി, നിനക്കറിയാലോ എനിക്ക് ചാറ്റ് ചെയ്യുന്നതിനോടോ മെസ്സേജ് ചെയ്യുന്നതിനോടോ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെന്ന്. നീ ഡയറക്റ്റ് എന്നെ കോൾ ചെയ്യാത്ത എന്താ? പറയൂ. എനിക്ക് തോന്നി നീ ആരോടെങ്കിലും ഒപ്പം നിന്റെ പേഴ്സണൽ ആക്ടിവിറ്റിയിൽ ബിസി ആയിരിക്കുമെന്ന്. അതുകൊണ്ട് എനിക്ക് നിന്നെ ബുദ്ധിമുട്ടിക്കാൻ തോന്നിയില്ല. നീ ചിന്തിച്ചത് കറക്റ്റ് ആയിരുന്നു. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. എനിവേസ്, എന്നെ കുറിച്ച് എന്താ പെട്ടെന്ന് ഓർത്തെ? ആൻഡ് ഹൗ ആർ യു ഡൂയിങ്? നിനക്ക് എങ്ങനെയുണ്ട്? ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം. ഓ, ഐ എം ഗുഡ്. എന്നാ നീ പറയ്, എന്നാണ് നീ സിറ്റി സോണിലേക്ക് വരുന്നത്? ഐ എം സോ സോറി മാൻ, ഞാൻ മറന്നുപോയി. എന്റെ തലേന്ന് തന്നെ അത് പോയി. നീ അതെങ്ങനെ പൃഥ്വി മറന്നത്? ഞാൻ ഷെർലിനോട് പോലും പറയാത്ത എന്താന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു നീ അത് അവളോട് പറയുമെന്ന്. അതുപോലെ നീ എനിക്ക് പ്രോമിസ് ചെയ്തതുമാണ്. പ്ലീസ് ഇനി നീ വരില്ലെന്ന് മാത്രം എന്നോട് പറയരുത്, കേട്ടോ? നിന്റെ ഒരു എക്സ്ക്യൂസും എനിക്കിനി കേൾക്കണ്ട. അത് ഞാനൊരു എക്സ്ക്യൂസ് ഉണ്ടാക്കുമല്ല. നീ ടെൻഷൻ അടിക്കാതിരിക്കുക. ഞാനും ഷെർലിനും എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തും. ഓക്കെ ഓക്കെ, സീ യു, ബൈ. ബേബി, ഐ എം സോ സോറി. ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയി. ഇന്ന് നമ്മുടെ കോളേജിന്റെ റീയൂണിയൻ ആണ്. നിനക്ക് ആ സിറ്റിസൺ ക്ലബ് ഓർമ്മയുണ്ടോ? വൗ, ഐ ആം സോ എക്സൈറ്റഡ്. ആരൊക്കെ വരുന്നുണ്ട്? ആരൊക്കെയാണെന്നല്ലേ? നമ്മുടെ കോളേജിന്റെ അടുത്തായിട്ട് വേറെ 2 കോളേജുകളും നിനക്ക് ഓർമ്മയുണ്ടോ? ആ 2 കോളേജിലെ എല്ലാ സ്റ്റുഡൻസും വരുന്നുണ്ട്. റിയലി? നീ എന്തോ ഒരു ഇഡിയറ്റ് ആണോ? ഇത് നമ്മുടെ കോളേജിന്റെ റീയൂണിയൻ ആണ്. അപ്പൊ നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസ് അല്ലേ വരുന്നത്? നമ്മുടെ ക്ലാസ്മേറ്റ്സും നമ്മുടെ ജൂനിയേഴ്സും കാണും. വൗ, ദിസ് ഈസ് സോ അമേസിംഗ്. പിന്നെ നിന്റെ ആ എക്സ് ബോയ് ഫ്രണ്ടില്ലേ നിതിൻ, അവനും വരുന്നുണ്ട്. അവന്റെ അടുത്തെങ്ങാനും നീ പോകാൻ ശ്രമിച്ചാൽ ഞാൻ നിനക്ക് വാർണിംഗ് തരുവാണ്. എന്നെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. എനിക്ക് ഭ്രാന്ത് പിടിച്ചാൽ നിനക്ക് അറിയാലോ, എന്റെ കയ്യിൽ നിന്ന് എല്ലാ കൺട്രോളും പോകും. മനസ്സിലായോ നിനക്ക്? നീ ആ റീയൂണിയനിൽ എന്റെ കൂടെ മാത്രമേ നിൽക്കൂ. വേറെ ആരുടെ അടുത്ത് നിന്നെ കാണുക പോലും ചെയ്യരുത്. കോളേജ് ടൈമിലെ സിറ്റുവേഷൻ വേറെ ആയിരുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആകെ മാറി. മനസ്സിലായോ? ബേബി, നീ എന്റെ അടുത്തുള്ളപ്പോ ഞാൻ മറ്റൊരാളെ നോക്കുന്ന എന്തിനാ? യു നോ നാ, യു ആർ റിയലി സ്പെഷ്യൽ ഫോർ മീ. പിന്നെ എനിക്ക് നിന്റെ കൂടെ വരണമെങ്കിൽ എനിക്ക് ഒന്ന് പാർലറിൽ പോകേണ്ടി വരും. സോ ദാറ്റ് ഐ ലുക്ക് ഗുഡ് വിത്ത് യു. ഇല്ല ബേബി, നിനക്ക് പാർലറൊന്നും പോകേണ്ട ആവശ്യമേ ഇല്ല. എന്താണെന്നറിയാവോ? എന്റെ കാഴ്ചപ്പാടിൽ നീ വളരെയധികം ഹോട്ടാണ്. നീ പാർലറും അവിടെ ഇവിടെ ഒന്നും പോയിട്ട് ഒരു കാര്യവുമില്ല. ബേബി, അതെനിക്കും അറിയാം. ഐ മീൻ എല്ലാ പെൺകുട്ടികളെയും പോലെ
എനിക്കും കുറച്ചും കൂടി ഭംഗിയാവണമെന്ന് നിനക്ക് വേണ്ടി മാത്രം. ഓക്കെ ബേബി, ആസ് യു വിഷ്. നീ വേണമെങ്കിൽ പാർലറിൽ പോയി ഇപ്പോൾ ഉള്ളതിനേക്കാൾ സുന്ദരിയായിട്ട് വരൂ, പക്ഷേ എനിക്ക് വേണ്ടി മാത്രം. പിന്നെ നീ ആ ഈവന്റിന് എന്റെ കൂടെ മാത്രമേ നിൽക്കാവൂ. ഓക്കെ? ഓഫ് കോഴ്സ്. അല്ലാതെ ഞാൻ വേറെ ആരുടെ കൂടെ പോവാനാ? പക്ഷേ ഐ മീൻ ഐ വോണ്ട് ടു ഗോ വിത്ത് യു. ഐ വോണ്ട് ടു ബി സീൻ വിത്ത് യു. പക്ഷേ ആരെങ്കിലും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ എടുത്താ പിന്നെ നിനക്കറിയാലോ, ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. എല്ലാവരും ഫോട്ടോ എടുക്കുകയും ചെയ്യും. ആരെങ്കിലും വല്ല നെറ്റ്വർക്ക് സൈറ്റിലും ഇട്ടാ പിന്നെ അത് നമുക്ക് വലിയ പ്രോബ്ലം ആവും. ബേബി നോക്ക്, നീ ഒട്ടും ടെൻഷൻ അടിക്കണ്ട. നിന്റെ പൃഥ്വി നിന്റെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ? എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. നീ പാർട്ടി മാക്സിമം എൻജോയ് ചെയ്യും. നീ പാർലറിലേക്ക് പോകാൻ റെഡിയാകും. യു ഹാവ് ലുക്ക് ദ ബെസ്റ്റ് ആൻഡ് ദ ഹോട്ടസ്റ്റ് ഐ നോ. ഫോർ മീ. നിനക്കറിയോ ഈ പാർട്ടിയിലെ ഏറ്റവും എക്സൈറ്റിംഗ് കാര്യം എന്താന്ന്? എന്താ? നമ്മുടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടാകും. നമ്മുടെ പഴയ ഫ്രണ്ട് സർക്കിൾ. ഇറ്റ്സ് ഗോണ ബി ലൈക്ക് ഓൾഡ് ഡേയ്സ്. ഒരു കിരണും പ്രീതയും കാണില്ല. ജസ്റ്റ് യു ആൻഡ് മീ ആൻഡ് our friends. എക്സാക്ട്ലി. യെസ്. താങ്ക് യു ആന്റി. ആന്റിയുടെ ചായ സൂപ്പർ ആയിരുന്നു. ആന്റിയുടെ മോളെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലല്ലേ? ഇവൾ എങ്ങനെ ഡോക്ടറായെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഐ മീൻ ഡോക്ടർ ആവാൻ കുറച്ച് ബുദ്ധി വേണ്ടേ? അമ്മേ. കിരൺ, സരളയെ പോലെ ആരെങ്കിലും ചോക്ലേറ്റ് വേണ്ടെന്ന് പറഞ്ഞാ ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. ഞാൻ തന്നെ എല്ലാം കഴിച്ചോളാം. ഓക്കെ ബേബ്സ്, ഞാൻ ഇനിയും ചോക്ലേറ്റ് കൊണ്ടുവരാം. ഓക്കെ? എന്താ ബേബ്സ്? കണ്ടില്ലേ കിരൺ മോനെ, ഈ വീട്ടിലെ എല്ലാവരും ഓൾഡ് ഫാഷനാണ്. ഞാൻ മാത്രമാണ് കുറച്ചെങ്കിലും മോഡേൺ ആയിട്ടുള്ളത്. സത്യം മുത്തശ്ശി പറഞ്ഞേ. ഒരു തവണ ഞാൻ ഇവിടെ ബേബി ഡോളെന്ന് വിളിച്ചായിരുന്നു. സത്യത്തില് ഞാൻ ഇവളെ അല്ല ബേബി ഡോളെന്ന് വിളിച്ചത്. വേറൊരു പെൺകുട്ടിയാ. ഇവളാണെന്നാ വിചാരിച്ചത്. ഇവളാണെങ്കിൽ ഭയങ്കര സോറോ മൈൻഡഡ് പെണ്ണാ. അല്ലല്ല, നാരോ മൈൻഡഡ് വ്യക്തി. അതെ, narrow minded. എന്താ അമ്മ ഇത്? ഹലോ ചേച്ചി, പെട്ടെന്ന് തന്നെ ബ്രൈറ്റൻ അപ്പ് സലൂണിലേക്ക് വാ. എന്താ ഇപ്പോഴോ? ആ ചേച്ചി വളരെ അർജന്റാ. കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കാൻ നിൽക്കല്ലേ, പെട്ടെന്ന് ഇങ്ങ് വാ. ഓക്കെ? ആ ശരി, ഓക്കെ, ഞാൻ ഇപ്പൊ വരുന്നു. ആരുടെ കോളാ? സൃഷ്ടിയാ വിളിച്ചത്. പാലനിലേക്ക് വിളിച്ചതാ അർജന്റായിട്ട്. അവിടെ എന്തോ ജോലി ഉണ്ടെന്ന്. എന്നാ മോള് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലേ. ഞാനും ഇറങ്ങാം. വേണമെങ്കിൽ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം. ഇല്ല കുഴപ്പമില്ല. പാർലർ ഇവിടെ തന്നെയാ, നടക്കാവുന്ന ദൂരമുള്ളൂ. ഞാൻ പൊയ്ക്കോളാം. ഓക്കെ മുത്തശ്ശി. Take care, മോനെ. നന്നായി വരും. രാധികയോട് ഞങ്ങളുടെ എല്ലാവരെയും നന്ദി അറിയിക്കണേ. ശരി. പൈസ എടുത്തോണ്ട് പോ മോളെ. ശരി അമ്മേ. ക്രേസി. നീ എന്താ പറഞ്ഞത്? സൃഷ്ടിയെ പറഞ്ഞതാ. എന്ത് ക്രേസി അവൾ എപ്പോഴും എന്തൊക്കെയാ കാണിക്കുന്നേ. അമ്മ ഞാൻ പോവാണേ. ആ മോളെ പൈസ എടുത്തോണ്ട് പോ. ശരി. Mr. Nair, without doubts, it's going to be one of the finest, best event in Asia. For sure. I'm understanding. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പേഴ്സണലി എൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം കുറെ കൂടി എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. ആ കാര്യം ഉറപ്പാണ്. Oh, you are most welcome in our office. In fact, ഞാൻ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ ഓഫീസിലെത്തും. You can come. Yeah. I will see you then. Bye. Bye. ഏട്ടനെ പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞായിരുന്നോ? ഇല്ലടാ, നിർഭാഗ്യവശാല് ഇതുവരെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ അവർ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. അല്ല, ഇങ്ങനെ പോയി എങ്ങനെയാ ഏട്ടാ? നീ എന്താ ഈ ചെയ്യുന്നത്? എന്റെ 6.5 മണിക്കൂർ വെറുതെ കളഞ്ഞത്. 6.5 മണിക്കൂർ എന്ന് വെച്ചാൽ? ആ ഏട്ടാ, നീ അല്ലേ എന്നോട് പറഞ്ഞത് ഈ കാര്യങ്ങളൊന്നും ഇടപെടാൻ പാടില്ലാന്ന്? ഞാൻ ഈ ദിവസം മുഴുവൻ ഒന്നും ചെയ്തില്ല. ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു നീ അവനെ അഗൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കുന്ന ഞാൻ കരുതിയത്. പക്ഷേ ഇല്ല, നീ ഒന്നും ചെയ്തുമില്ല. എന്റെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യുകയും ചെയ്തു ഏട്ടാ. എടാ, അതിന് നീ ഇത്ര ഹൈപ്പറാവുന്ന എന്തിനാ? നിക്ക്, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ പൃഥ്വിയെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും ഞാൻ കണ്ടുപിടിക്കുമെന്ന്. പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇതുവരെ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ല, പക്ഷെ അവന്റെ പാസ്റ്റ് എന്താന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അയ്യോ ഏട്ടാ, നമ്മുടെ കയ്യിൽ ടൈം ഇല്ല. നീ മനസ്സിലാക്ക. നീ ഭയങ്കര സ്ലോയാ. ആമയെ പോലെ എഴുന്നോണ്ടിരിക്കാൻ. നീ ഒരു കാര്യം ചെയ്ത് നീ വിട്ടേക്ക്. എടാ, നിനക്ക് വായി തോന്നുന്ന എല്ലാം വിളിച്ച് പറയാനാണോ?